നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് വിശകലനം ചെയ്യുന്ന സമയമാണല്ലോ. ഇതാ സ്പെയിനിൻ്റെ 2 മത്സരങ്ങൾ വാതുവെപ്പുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിൽ. കാര്യം ദി അത്ലറ്റിക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് ഓഫ് കോപ്പൻഹേഗനാണ്. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് അഡ്വൈസറി ബോഡിയാണ് ടു ദി കൗൺസിൽ ഓഫ് യൂറോപ്പ്. അവർ സ്പോർട്സിലെ മാനിപ്പുലേഷൻ ആൻഡ് ഗാംബ്ലിംഗ് ഒക്കെയാണ് അവർ പ്രധാനമായിട്ടും പരിശോധിച്ച് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്നത്. ഏതായാലും കോപ്പൻഹേഗൻ ഗ്രൂപ്പ് ഈ വേൾഡ് കപ്പിൽ ഈ 7 ഇറഗുലാരിറ്റീസ് ഈ ഫിക്സിങ്ങുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഗാംബ്ലിംഗ് വാതുവെപ്പുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഉണ്ട് എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിൽ 2 സ്പെയിനിൻ്റെ മത്സരങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ദി അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, കോപ്പൻഹേഗൻ ഗ്രൂപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് വർക്കിംഗ് ഓൺ ദി പ്രിവെൻഷൻ, ഡിറ്റക്ഷൻ ആൻഡ് പണിഷ്മെൻറ്റ് ഓഫ് മാനിപ്പുലേഷൻ ഇൻ സ്പോർട്ടിംഗ് ഇവൻറ്റ്സ്. അവർ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന 7 കേസുകൾ അത് ഫിഫക്ക് അവർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളൊന്ന് പരിശോധിക്കണം, സ്ക്രൂട്ടനൈസ് ചെയ്യണം, അതിൻ്റെ വിശദീകരണം നൽകണമെന്ന്. അതിൽ 2 സ്പെയിനിൻ്റെ മത്സരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഏതൊക്കെ മത്സരങ്ങളാണെന്ന് ചോദിച്ചാൽ, ഒന്ന് കേപ്പ് വെർദക്കെതിരെയുള്ള സമനില. അവർക്ക് കേപ്പ് വെർദയെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്ന് വ്യാപകമായിട്ട് ബെറ്റിംഗ് ഉണ്ടായിരുന്നു. പോളി മാർക്കറ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ ആയിട്ട് വലിയ രൂപത്തിലൊരു സ്ട്രോങ് അക്യുമുലേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പുറകിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, വല്ല മാച്ച് ഫിക്സിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ള സംശയമാണ് ഉന്നയിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ എക്സ്റ്റൻസീവ് വാർ ഡിലെ, അതായത് ഫെറാൻ ടോറസിൻ്റെ ഗോള് ഡിസലവ് ചെയ്തല്ലോ സൗദി അറേബ്യക്കെതിരെയുള്ള മത്സരത്തിൽ, അത് വലിയ രൂപത്തിലുള്ള വാർ ഡിലെ സംഭവിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ബെറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു, ഈ കാര്യങ്ങളാണ് ഇപ്പോൾ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് അവരുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോയിരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഫിഫയുടെ ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ, ഒരു തരത്തിലുള്ള സസ്പീഷ്യസ് ബെറ്റിംഗ് ആക്ടിവിറ്റിയും നടന്നിട്ടില്ല, മാച്ച് ഫിക്സിങ് വരുന്ന രൂപത്തിലുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല ഇൻ കണക്ഷൻ വിത്ത് എനി മാച്ച് എന്നുള്ളതാണ് ഫിഫയുടെ ഒരു നിലപാട്. ഇനിയിപ്പോൾ ഇതിലെന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഏതായാലും കോപ്പൻഹേഗൻ ഗ്രൂപ്പിൻ്റെ ഈ അലേർട്ടുകൾ എന്ന് പറയുമ്പോൾ, ഈ ഒരു 2 മത്സരങ്ങൾക്ക് യെല്ലോ അലേർട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറയാൻ സെക്കൻഡ് ലോവസ്റ്റ് കാറ്റഗറിയാണ്. ഒരു ഗ്രീൻ അലേർട്ട് കൊടുത്താൽ അത് നോർമലാണ്, വലിയ ഇഷ്യൂസ് ഇല്ല എന്നുള്ളതാണ്. യെല്ലോ അലേർട്ട് വരുമ്പോൾ സ്ലൈറ്റ്ലി എലവേറ്റഡ് എന്നുള്ളതാണ്. ദെൻ ഓറഞ്ച് അലേർട്ട് കൊടുത്താൽ കുറച്ചുകൂടി ഗൗരവതരമാണ്, എലവേറ്റഡ് ആണ്. ദെൻ റെഡ് അലേർട്ട് കൊടുത്താൽ മാക്സിമം അലേർട്ട് എന്ന രൂപത്തിലാണ്. അപ്പോൾ ഈ വിഷയത്തിൽ അവരുമായിട്ട് നേരത്തെ കൊലാബറേറ്റ് ചെയ്ത ക്രിസ്ത്യൻ ഗൽബ് പറയുന്നത്, കോപ്പൻഹേഗൻ ഗ്രൂപ്പിൻ്റെ അലേർട്ടുകൾ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ടിപ്പിക്കൽ ബിഹേവിയർ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള അതായത് ഒരു ബെറ്റിങ്ങിൽ പെട്ടെന്ന് റേറ്റിലെ ചേഞ്ചും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവം വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അതൊരു തെറ്റാണ് എന്നർത്ഥമൊന്നുമില്ല. അതൊരു അലേർട്ടാണ്. അത് കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കാൻ മാത്രമേ അതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ എന്നുകൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.